ഇതേതവളോട് അവനിങ്ങനെ കൊഞ്ചിക്കൊഴയുന്നത്? ഞാനന്ന് ടെക്സ്റ്റൈൽസിൽ പോയപ്പോ ഒരുത്തിയായിട്ട് ഉടക്കിയെന്ന് പറഞ്ഞില്ലേ, അവളാ അത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഡ്രസ്സാ അവളന്ന് എന്റെ വായടപ്പിച്ച് എടുത്തോണ്ട് പോയത്. എന്നിട്ട് അതും ഇട്ട് ഈ ഫംഗ്ഷൻ എന്നെ വന്നിരിക്കുന്നു. നീ അവളുടെ ഡ്രസ്സ് മാത്രമേ കാണുന്നുള്ളൂ, അടുത്ത് നിൽക്കുന്ന അർജുനെ കാണുന്നില്ലേ? ഞാൻ രണ്ടുപേരെയും കാണുന്നുണ്ട്, നീ ഒരാളെ കാണുന്നുള്ളോ? ഓ, നിങ്ങൾ അച്ഛനും മോളും കണ്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഇത്രയും ബഹളത്തിനിടയ്ക്ക് അവനും അവളും മാറി നിന്ന് സംസാരിക്കണമെങ്കിൽ ചില്ലറ അടുപ്പമല്ല അവര് തമ്മില്. അവൾ ആരാണെന്നും ഇവളുമായിട്ട് എന്താ ബന്ധമെന്നും അന്വേഷിച്ചറിയണം. ഡ്രസ് പോയാ വേറൊന്നു കിട്ടും, ഇതങ്ങനെയല്ല. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പേടിയും കിട്ടുന്നില്ല. തുമ്പി ചേച്ചി എങ്ങനെ ഇവിടെ എത്തിയ? ചിലപ്പോ അങ്ങനെയായിരിക്കും, ഇവരുടെ വിമാനത്തിലായിരിക്കും ചേച്ചി പഠിക്കുന്നത്. എന്നിരുന്നാ തന്നെയും എന്നെ അമ്മയെ അറിയാത്ത ഭാവം നടിച്ചത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. ചേച്ചിയോടൊന്ന് സംസാരിക്കാന്ന് കരുതിയതാ, അപ്പോഴാ അർജുൻ സാർ കയറി വന്ന്. എന്തായാലും ആള് കണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചേച്ചിയോടൊപ്പം പോവാം. അച്ഛനെ വിളിച്ച് പറയാം. ഇതെന്താ അമ്മയും മോളും ഇവിടെ മാറിയെന്നൊരു സംസാരം? മറ്റാരും കേൾക്കാതിരിക്കാൻ. എന്താ തനിക്ക് കേട്ടാ കൊള്ളാന്നുണ്ടോ? എനിക്ക് കേക്കണ്ട, മാറി നിക്കുന്ന കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ ചെല്ല്, ഞാൻ വന്നോളാം. താനെന്തിനാ ഇങ്ങോട്ട് വന്ന്? അവിടെ തനിക്ക് ജോലിയൊന്നുമില്ലേ? അവിടെ അവർക്ക് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. തന്റെ ജനിക്കാതെ പോയ അമ്മയ്ക്ക് താൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? ഓ, ഞാനെന്ത് കൊടുക്കാനാ? അത്രയും പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ചെലവ് കുറവുള്ള എന്തെങ്കിലും വാങ്ങി കൊടുത്തുവിടായിരുന്നോ? അതെന്താ ചെലവ് കുറഞ്ഞത്? ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാക്കി തരട്ടെ? അവർക്കത് ഇഷ്ടപ്പെടുവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ദേഷ്യപ്പെട്ട എന്റെ തലയിൽ കൊണ്ടിടരുത്. ഇല്ല. അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പറയാം. എനിക്ക് കുറച്ച് പെയിന്റും ബ്രഷും ഒക്കെ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, അത് റെഡിയാക്കാം. അപ്പൊ ഗിഫ്റ്റ് ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഇത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ കരുണ തോന്നിട്ടാണെന്നോ താൻ തെറ്റിദ്ധരിക്കണ്ട. എന്റെ ബോറടി മാറ്റാൻ വെറുതെ ചെയ്തു തരുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാ വാ.